നട്ടുപരിപാലിക്കുവാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടും നല്ല രീതിയിൽ പൂവിടുകയും കണ്ണിന് കുളിർമയേകുകയും ചെയ്യുന്നതിനാലും അതിനെല്ലാം പുറമെ വളരെയധികം പോസിറ്റീവ് ഊർജവും സമ്പൽ സമൃദ്ധിയും ഒരു വീട്ടിലേക്ക് ആകർഷിക്കുന്നതായതുകൊണ്ടും ശംഖുപുഷ്പം നട്ടുപരിപാലിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ചുരുക്കമായിരിക്കും എന്നതാണ് സത്യം. എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഈ ശംഖുപുഷ്പം എന്ന ചെടി നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട 2 കാര്യങ്ങളാണ് ശംഖുപുഷ്പം നടേണ്ട സ്ഥാനവും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തോടൊപ്പം നിൽക്കുന്ന ചെടികളും. അതായത് വാസ്തുപ്രകാരം നോക്കുമ്പോൾ ഒരു വീടിന്റെ വടക്ക് ദിശയിലാണ് ശംഖുപുഷ്പം നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ എന്ന് പറയുന്നത്. ഇനി വടക്കു ദിശയിൽ നടുവാൻ പറ്റില്ല, അവിടെ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ദിശയിലും നടാവുന്നതാണ്. എപ്പോഴും ഈ 2 ദിശകളിലായി ശംഖുപുഷ്പം വളരുമ്പോഴാണ് വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും ശംഖുപുഷ്പം തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിൽ നടാതിരിക്കുക. ഈ തെക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയുള്ള 3 ദിശകളിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉടലെടുക്കുകയും ആ കുടുംബത്തിന്റെ പുരോഗതി തന്നെ ഇല്ലാതാകുകയും ചെയ്യും.